ഒരു ദിവസം തൂത്തില്ല അപ്പം മാറാലേ കിട്ടും. ഇതൊക്കെ ഈ രജീഷേട്ടന് ചെയ്തൂടെ? എല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ മനസ്സിലെ പ്രേമത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് അറിയോ നിനക്ക്? ഈ ലോകത്ത് എവിടെയായാലും എനിക്ക് തന്നെ മറക്കാൻ കഴിയില്ല. കേൾക്കുന്നുണ്ടോ നീ? എന്നിട്ടെന്താ മറുപടിയൊന്നും പറയാത്തെ? എൻ്റെ മനസ്സിലെ പ്രേമത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് അറിയോ നിനക്ക്? ഈ ലോകത്ത് എവിടെയായാലും എനിക്ക് തന്നെ മറക്കാൻ കഴിയില്ല. കേൾക്കുന്നുണ്ടോ നീ? നിന്നെ കാണാൻ കൊതിച്ച് വന്നതാ ഞാൻ. എന്നിട്ടും എൻ്റെ മുമ്പിൽ വരുന്നില്ലല്ലോ. എല്ലാം ഇട്ടെറിഞ്ഞ് വരാൻ ഞാൻ തയ്യാറാണ്. പ്രേമത്തിന് കണ്ണും കാതില്ലെന്ന് പറയുന്നത് എത്ര ശരിയാലേ? നിന്നെ കാണാൻ കൊതിച്ച് വന്നാ ഞാൻ. എന്നിട്ടും എൻ്റെ മുമ്പിൽ വരുന്നില്ലല്ലോ നീ. എല്ലാം ഇട്ടെറിഞ്ഞ് വരാൻ ഞാൻ തയ്യാറാണ്. ഇവളെ നമുക്കും കൂടെ പേര് ദോഷം ഉണ്ടാക്കിക്കുന്ന തോന്നുന്നു. പ്രേമത്തിന് കണ്ണും കാതുമില്ല എന്ന് പറയുന്നത് എത്ര ശരിയല്ലേ? കയ്യോടെ പിടിച്ചോ. ഇങ്ങനെ ഒരാങ്ങളെ ഉണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലല്ലേ എൻ്റെ ഈശ്വര. എന്ത് നോക്കിക്കോ മനുഷ്യ, പോയി രണ്ടെണ്ണം കൊടുക്ക. അപ്പൊ ആരാണെങ്കിലും പറയും. അയ്യോ എന്റെ പൊന്നു രക്ഷേട്ടാ, നല്ലൊരു റീൽസ് എടുത്ത് വരുമായിരുന്നു, അത് നശിപ്പിച്ചു. അല്ല ഇപ്പൊ എന്താ? അല്ലേ ഈ ഇവിടെ ക്ലൈമറ്റ് ഒക്കെ നിനക്ക് ഓക്കെ ആണല്ലോ അല്ലേ? UK എന്നൊക്കെ പറഞ്ഞാൽ ചൂട് ഭയങ്കര വ്യത്യാസമല്ലേ? വേർക്കുന്നു. ഓ അല്ല, നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലേ, അത് മറന്നോ? സംസാരിച്ചോ? ഒന്ന് സംസാരിച്ചാ ഞാനിത് ഈ മറന്നു പോയി, ഓരോ തിരക്ക് ഇങ്ങനെ. അപ്പൊ ഓക്കെ അല്ലേ? ഈയിടെയായിട്ട് രജീഷേട്ടൻ അല്ലേലും ഭയങ്കര മറവിയാ. ഇന്നലെ രാത്രി കൂടെ മീനുവിനെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. എപ്പോ? ഇന്നലെ രാത്രി കണ്ടായിരുന്നു, കൊറേ സ്വപ്നം കണ്ട. പിന്നെ എന്തായാലും വീഡിയോ ഞാനായിട്ട് കൊള്ളാക്കില്ലോ, കുഴപ്പമില്ല, നടക്കട്ടെ. പിടിച്ചോ, നന്നായിട്ട് പിടിച്ചോ. പിടിച്ചോ. മതിയായ എടി, മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണോട് നോക്കിയാലേ എല്ലാം മഞ്ഞയായിട്ട് കാണുള്ളൂ. ഈശ്വരാ, നിങ്ങൾക്ക് മഞ്ഞപ്പിത്തവും പിടിച്ച? നിങ്ങൾ ഒളിച്ചും പാത്തിരുന്ന് കുടിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ സൃഷ്ടാവിനെ പറഞ്ഞാൽ മതി. രജീഷേട്ടാ, സ്വർഗത്തിരിക്കുന്ന എന്റെ അച്ഛനെ വെറുതെ പറയല്ലേ. സ്വർഗത്തിലിരിക്കുന്ന നിന്റെ അച്ഛനോ? കിരണേ. രജിഷേ, ഞാൻ വൈറ്റ് ഹൗസ് ക്ലീനിങ് തുടങ്ങിയ കാര്യം അറിഞ്ഞില്ലേ? അത് നീ ഒന്ന് അമേരിക്കയ്ക്ക് പോയേ? എൻ്റെ രജീഷേ, സാമൂഹ്യ സേവനത്തിന് ഞാൻ തുടങ്ങിയ ചാനലാണ് വൈറ്റ് ഹൗസ് ക്ലീനിങ്. ഒരു മിനിറ്റ്. കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുമ്പ് ശേഷവും സാനിറ്റൈസ് ചെയ്യണം. വൃത്തിയാണ് മെയിൻ, അതാണ് വൈറ്റ് ഹൗസ് ക്ലീനിങ്. നിനക്കെന്നെ പകർച്ചവ്യാധികളുണ്ടോ? നോ 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 നോ, ഇറ്റ്സ് മൈ പ്രിക്കോഷൻ. ഓക്കേ. ഇത് നല്ലതാ, നിന്റെ കാലിൽ അണുക്കളൊന്നും ഇങ്ങോട്ട് കയറില്ലല്ലോ. നോ നോ നോ, അതല്ല, ഈ വീട്ടിൽ നിന്നും അണുക്കൾ എന്റെ കാലിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സാനിറ്റൈസർ അടിക്കുന്നത്. ഓ അങ്ങനെ. ഇരിക്ക്, ഒന്നടിച്ച്. അയ്യേ, പലരും ഇരിക്കുന്ന സോഫയല്ലേ, ആ സോഫയിൽ എന്റെ ആസനത്തെ ഞാൻ സംരക്ഷിക്കണ്ടേ? അടിച്ചോളൂ, ധൈര്യമായിട്ട് അടിച്ചോളൂ. നിനക്ക് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? അര ഗ്ലാസ് വെള്ളം. അര ഗ്ലാസ് വെള്ളം എടുക്കട്ടോ. രജീഷേ, സാനിറ്റൈസർ ഉപയോഗിച്ചാൽ ജീവിതം സുരക്ഷിതമാക്കാം. എന്നാ ഞാൻ ക്ലീൻ ചെയ്ത് തുടങ്ങട്ടെ. അയ്യോ, ഇന്ന് വേണ്ടടാ, ഇന്ന് പറ്റില്ല. ഇന്നാണെ കടയിൽ പോകാൻ ലേറ്റായി. പിന്നെ ഇന്ന് ആ ചിട്ടിയുടെ നറുക്കെടുപ്പുള്ള ദിവസമാണ്. നീ ഒരു പണി, നീ പോയിട്ട് ശനിയാഴ്ചോ. അപ്പൊ ശരി, പറഞ്ഞ പോലെ പോയിട്ട് വാട്ടോ, ശനിയാഴ്ച. സാനിറ്റൈസറൊക്കെ നറുക്കെടുപ്പ് കൊണ്ടോക്കോ. എന്താ രാത്രി ഒരു നറുക്കെടുപ്പ്? അതിലെന്തെങ്കിലും ഊടായ്പുണ്ടോ? സാധ്യത ഇതിൽ ഇല്ലാതില്ല, എന്നാലും എന്തോ ഒരു ഇതുണ്ട്. ആരാ നറുക്കെടുക്കണേ? പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഉടായ്പുണ്ടോ? ഉണ്ട്. ചിട്ടി കിട്ടിയോ? എന്നാ പരിപാടി? ചിട്ടി കിട്ടിയാൽ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ്. അടിപൊളി. രണ്ട് മാരണങ്ങൾ കൂടി എത്തിയല്ലോ. വാ വാ വാ, നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ശ്രേയ നമ്മുടെ ഈ കുറി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരുടെയും സമ്മതത്തോടെ ആദ്യത്തെ കുറി ഞാൻ ആയിക്കോട്ടെ. ഓക്കെ അല്ലേ?
തുറന്നു നോക്കുവാണേ. ആ പറയട്ടെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ കുറി കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജോമോൻ ചേട്ടൻ, അനീഷ് ചേട്ടൻ, കിരൺ ചേട്ടൻ, രജീഷ് ചേട്ടൻ, ഇവർക്ക് ആർക്കല്ല നമ്മുടെ സ്വന്തം റീനു ചേച്ചിക്ക് ആദ്യത്തെ കുറി കിട്ടിയിരിക്കുന്നത്. ആ കൺഗ്രാസ് റീനു ചേച്ചി. ഇനി എങ്ങോട്ടാ പോകുന്നേ? അടിമാലി വഴി പണിക്കും കൂടി വാ, നടന്നു പോവാ. കഥയില്ലാത്തൊരു കഥയാണ് ഇത്, കലവില കൂട്ടണ നാടാണ്. തക്കിട തരികട പൊടിപൂരം കളിച്ചിരി കൂട്ടണ നാട്ടാരും. വീട്ടിലെ പോക്കറും നാട്ടിലെ ബ്രോക്കറും ഒത്തൊരുമിക്കണ പീടികയാ ഇത്, കലവില കൂട്ടണ പീടികയാ. മറപുരി വടയും കട്ടൻ ചായയും കടിപിടി വലികുടി സൊറ പറയാൻ. ചിരിയുടെ രസം ഒരു കഥ ഇത് പറയാൻ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് നാട്ടിലെ മൊത്തം പായാരം. കലവില കലവിലയായി അത് പിന്നെ കലവിലയായി. കഥയില്ലാത്തൊരു കഥയാണ് ഇത്, കലവില കൂട്ടണ നാടാണ്. തക്കിട തരികട പൊടിപൂരം കളിച്ചിരി കൂട്ടണ നാട്ടാരും. വീട്ടിലെ പോക്കറും നാട്ടിലെ ബ്രോക്കറും ഒത്തൊരുമിക്കണ പീടികയാ ഇത്, കലവില കൂട്ടണ പീടിക.